ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മീർ പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രയും ഭാമയും കൂടിയിട്ട് വർഷയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ശ്രീകാന്തും വർഷയും താമസിക്കുന്ന വീട്ടിലേക്കായിട്ട് ചെല്ലുകയാണ്. ശ്രീകാന്തിനെ കാണുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടമാകുന്നുണ്ട്. പ്രതീക്ഷിക്കാതെ തന്നെ അമ്മയെ കാണുമ്പോൾ ശ്രീകാന്തിൻ്റെ അവസ്ഥ ഇതുപോലെ തന്നെയാണ് കേട്ടോ. അതിനുശേഷം ചന്ദ്ര ശ്രീകാന്തിനെ കെട്ടിപ്പിടിച്ച് കരയുകയും എന്നിട്ട് പറയുന്നുണ്ട്, നീ ആകെ ക്ഷീണിച്ചു പോയല്ലോടാ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അനാഥരെ പോലെ തനിയെ താമസിക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. പിന്നീട് എൻ്റെ മരുമകൾ വർഷ എന്ത് എന്ന് ചോദിക്കുമ്പോൾ അവൾ അകത്തുണ്ടമ്മേ, ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അമ്മയും കുട്ടിക്കോട്ട് അകത്തേക്ക് പോകണം. വർഷയാണെങ്കിലോ തലവേദന എടുത്തിട്ട് വയ്യ എന്ന് പറഞ്ഞ് പോയി കിടന്നാണല്ലോ. ആ ഒരു പതുക്കൊരു മയക്കത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീകാന്ത് വന്നിട്ട് വർഷ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്കും വർഷയ്ക്ക് ഭയങ്കരമായിട്ട് തന്നെ ദേഷ്യമാവുകയാണ്. കാരണം വർഷ എന്ന് പറഞ്ഞാൽ ഒരു തീറ്റയുടെ കാര്യത്തിലും ഉറക്കത്തിൻ്റെ കാര്യത്തിലും ഒന്നാം സ്ഥാനം തന്നെ നേടിയെടുക്കും. അതുകൊണ്ട് തന്നെ ശ്രീകാന്ത് വന്ന് വിളിക്കുന്ന നേരത്ത് വർഷ പറയുന്നുണ്ട്, എന്താ ശ്രീകാന്ത് ഇത്, ഞാനിപ്പോൾ കടന്നല്ലേ ഉള്ളൂ, തലവേദന എടുക്കുന്നല്ലേ ഞാൻ പറഞ്ഞത്, എന്തിനാ എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷ ഉറക്കെ സംസാരിക്കേണ്ട. ആ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, വർഷ പതുക്കെ അവിടെ അമ്മ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും വർഷ വേഗം അമ്മയോ, ആരുടെ അമ്മ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ. അപ്പോൾ ഇതിനിടയിൽ ഭാമ ചന്ദ്രയുടെയായിട്ട് പറയുന്നുണ്ട്, നീ തയ്യാറായിട്ടിരുന്നു, നിൻ്റെ പുതിയ മരുമകൾ ഇളയ മരുമകൾ വരുന്ന സമയത്ത് നിൻ്റെ കാല് തൊട്ട് വന്ദിക്കും, നിന്നോട് ഭയങ്കര ബഹുമാനമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാമ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ശ്രീകാന്ത് വർഷയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. വർഷയെ കാണുമ്പോൾ തന്നെ ശ്രീകാന്തിൻ്റെ അമ്മ ഓടി ചെയ്തിട്ട്, എൻ്റെ മോളെ മോക്ക് എന്തെങ്കിലും പറ്റിയോ, ആസിഡ് ഒഴിക്കാൻ വന്ന കാര്യമൊക്കെ അമ്മ അറിഞ്ഞു, മോക്ക് അപകടമൊന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഭയങ്കര ഓവർ ആക്ടിങ് ആണ് കേട്ടോ. ഈ സമയത്ത് വർഷ പറയുന്നുണ്ടില്ല, ദേവതയെടുത്ത് കൃത്യസമയത്ത് തന്നെ വന്ന് എന്നെ രക്ഷിച്ചു എന്ന് പറയുമ്പോൾ ചന്ദ്ര വേഗം തന്നെ പറയുന്നുണ്ട്, രേവതി അവക്കടെ കാര്യമൊന്നും പറയണ്ട, എന്നിരുന്നാലും മോക്കൊന്നും പറ്റിയില്ലല്ലോ, അമ്മയ്ക്ക് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഫയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അമ്മയ്ക്ക് ചന്ദ്രയ്ക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നല്ലോ തൻ്റെ കാലിൽ പിടിച്ച് ഇപ്പം തന്നെ തൊഴുന്നൊക്കെ, പക്ഷെ അതെല്ലാം വെറുതെ ആയിരുന്നു. വർഷം നേരെ അപ്പുറമുള്ള സോഫയിൽ പോയിരുന്നിട്ട് കാലും കെട്ടി വെക്കുകയാണ്. ഇത് കാണുമ്പോഴത്തേയും ഭാമയും ചന്ദ്രയും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. കാരണം അവർക്ക് കാര്യം മനസ്സിലായി, ശ്രുതിയെ പോലെയോ രേവതിയെ പോലെയല്ല, ചന്ദ്രയുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരാളല്ല വർഷയെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. അതിനുശേഷം ഇവർ സംസാരിക്കുന്നതിനിടയിൽ ചന്ദ്ര ഇവരെ വീട്ടിലേക്കായിട്ട് വിളിക്കുകയാണ്, നിങ്ങൾ വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ വർഷയുടെ മുഖം വല്ലാതാവുന്നത്. ശ്രീകാന്തനാണെങ്കിലും തൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സച്ചിയുള്ള വീട്ടിലേക്ക് വർഷ ചെല്ലില്ല എന്ന് ഉറപ്പിച്ച് തന്നെ പറഞ്ഞിരിക്കുകയാണല്ലേ. അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ ഏകദേശം തന്നെ ചന്ദ്രയ്ക്ക് അറിയാവുന്നതുകൊണ്ട് ചന്ദ്ര വേഗം പറയുന്നുണ്ട്, മോനെ ശ്രീകാന്ത്, വർഷയും കുട്ടി വീട്ടിലേക്ക് വരണം, അവിടെ എൻ്റെ മരുമകളുണ്ട്, മൂത്ത മരുമകളുണ്ട്, അവൾ നല്ലവളാണ്, അവൾക്ക് എന്നെന്ന് വെച്ചാൽ ജീവനാണ്, പിന്നെ ഇളയവൾ അവൾ രേവതി, അവളെ എനിക്ക് അത്ര വലിയ പിടിക്കുന്നില്ല, കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വർഷയെ സഹായിച്ചു എന്നുള്ള നേരൊക്കെ തന്നെയാണ്, പക്ഷേ അവളുടെ സ്വഭാവം അത്ര ശരിയല്ല എന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴത്തേക്കും വർഷ പറയുന്നത്, ആര്, രേവതി എടുത്തിയാണ് എന്നെ രക്ഷിച്ചത് എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട്, രക്ഷിച്ച് അതൊക്കെ മോളോട് ഞാൻ പിന്നെ പറയാം, പിന്നെ മോള് വീട്ടിലേക്ക് വരണം, സച്ചിയുടെ കാര്യമൊന്നും മോള് നോക്കണ്ട, അവൻ്റെ സ്വഭാവം അങ്ങനെയാണ്, അച്ഛൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് വരണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ സച്ചി അവനാണ് ഇടം കൊണ്ടിടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിനെ രേവതിനെ പറ്റി ഒരുപാട് കുറ്റങ്ങളും ശ്രുതിയെക്കുറിച്ച് ഒരുപാട് മഹിമകളൊക്കെ പൊക്കി സംസാരിക്കുകയാണ് ചന്ദ്ര. അപ്പോൾ ഈ ഒരു സംസാരത്തിലൂടെ തന്നെ വർഷയ്ക്ക് ഏകദേശം ചന്ദ്രയുടെ സ്വഭാവം മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വർഷയുടെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷം വർഷയെ കണ്ടതുകൊണ്ട് തന്നെ മഹിമ വർഷയെ കെട്ടിപ്പിടിക്കുകയും കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇരുവരും കൂടി അകത്തേക്ക് ചെല്ലുന്ന സമയത്താണ് അവിടെ ചന്ദ്ര ഇരിക്കുന്നത് കാണുന്നത്. പിന്നീട് വർഷ ഇത് ശ്രീകാന്തിൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ തമ്മിൽ നേരത്തെ അറിയാവുന്നത് കൊണ്ട് തന്നെ ഇവരെ കാണുന്ന സമയത്ത് അത്ര വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല എങ്കിലും തൻ്റെ മകളുടെ ഭർത്താവാണല്ലോ, ആ ഒരു സ്ഥിതിക്ക് സംസാരിച്ചേക്കാം എന്ന രീതിക്കൊക്കെയാണ് കേട്ടോ മഹിമ സംസാരിക്കുന്നത്. ശേഷം മഹിമ വർഷയോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ തന്നെ താമസിച്ചാൽ ശരിയാവില്ല മോളെ എന്ന് പറയുമ്പോഴത്തേക്ക് ചന്ദ്ര വേഗം പറയുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് ഞാൻ വന്നത്, ഞാൻ ഇവരെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്നതാണ് എന്ന് പറയാൻ കേട്ടോ. എടുത്ത വായിക്കേണ്ട മഹിമ പറയുന്നുണ്ട്, എനിക്കറിയാം നിങ്ങൾ എൻ്റെ മകളെ സ്നേഹിക്കുമെന്ന് എനിക്കറിയാം, കാരണം ഇത്രയും സ്വത്തുക്കൾക്കെല്ലാം അവകാശി ഒറ്റ മകൾ ഇവളാണല്ലോ, അതുകൊണ്ട് തന്നെയാണല്ലോ നിങ്ങൾ നിങ്ങളുടെ മകനെ കൊണ്ട് എൻ്റെ മകളെ കെട്ടിച്ചതും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹിമ പറഞ്ഞു വരുന്ന സമയത്ത് വർഷ വേഗം തന്നെ, അമ്മ ഇത് പറയാനാണ് വന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അല്ല മോളെ, നിനക്ക് അപകടം സംഭവിക്കാനിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് താങ്ങാനാകുമോ, അച്ഛൻ നേരെ പോയിട്ടുണ്ട് രോഹിഷിൻ്റെ അച്ഛനെ കാണാനായിട്ട്, അച്ഛൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷേ ഇപ്പം അച്ഛനത് പ്രകടിപ്പിക്കാനാവില്ല എന്നൊക്കെ പറയാണ് മഹിമ. അതിനുശേഷം മഹിമ തന്നെയായിട്ട് പറയുകയാണ്, എന്തായാലും ശ്രീകാന്തിൻ്റെ അച്ഛനും അമ്മ വന്നതാണല്ലോ, നീ അവരെ കൂടെ പോയിക്കോളൂ എന്ന് പറയുമ്പോഴത്തേക്ക് ചന്ദ്രയ്ക്ക് സന്തോഷമാവണം കേട്ടോ. ഈ സമയത്ത് ചന്ദ്ര രവി പറഞ്ഞ ഡിമാൻഡ് പറയുകയാണ്, അതായത് നിങ്ങൾ വർഷയെ വീട്ടിലേക്ക് അയക്കാൽ മാത്രമേ രവിയേട്ടൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്.
എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മഹിമ പറയുകയാണ്, എന്നുള്ളൊരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ എൻ്റെ മകളെ വീട്ടിലേക്ക് ആക്കിത്തരാമെന്ന് പറയാണ്. പക്ഷേ ശ്രീകാന്തിൻ്റെ വീട്ടിലേക്ക് പോകാൻ വലിയ താല്പര്യമില്ലാത്ത രീതിക്ക് തന്നെ നിൽക്കുകയാണ്. ആ സമയത്ത് മഹിമ പറയുന്നുണ്ട്, മോളെ നിനക്ക് ചുറ്റും ആൾക്കാർ വേണം, എന്നാൽ മാത്രമേ നീ സേഫ് ആയിട്ടിരിക്കുകയുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആളല്ല റോഷൻ പണക്കാരനാണ്, അവർക്ക് എന്തും ചെയ്യാം. അതിനുശേഷം പോലീസ് കേസിൽ തെളിയൂരാൻ അവർക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷയുടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മഹിമ. ഇതേ സമയം സച്ചി കാണാനായിട്ട് രേവതി അങ്ങോട്ടേക്ക് ഭക്ഷണം കൊണ്ട് ചെല്ലുകയാണ്. അന്ന് സച്ചി ചോദിക്കുന്നത്, നീ എന്താ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഭക്ഷണമായിട്ട് വന്നതാണെന്നുള്ള കാര്യം പറയുകയാണെ. ഇത് കേൾക്കുമ്പോൾ തന്നെ സച്ചിയുടെ കൂട്ടുകാരന്മാർ പറയുന്നുണ്ട്, ആഹാ ഭക്ഷണമായിട്ട് വന്നതാണോ, എന്നാൽ വേഗം എടുക്ക് എന്നൊക്കെ പറയുകയാണെ. സച്ചി ഒന്ന് പോയടാന്ന്, ഭക്ഷണം കാണാത്തവരെ കിടന്ന് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പോയി കഴിയുമ്പോഴത്തേക്കും ഭക്ഷണം എടുത്ത് കഴിക്കാനല്ലേ എന്ന് രേവതി പറയുകയാണെ. ഇത് കേൾക്കുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ഞാനെന്ന ഭക്ഷണം എടുത്ത് കഴിച്ചാലും നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളുടെ CCTV ആണ് ഞാൻ എന്ന് രേവതി മറുപടിയും പറയുന്നുണ്ട്. CCTV യോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അതെ, നിങ്ങൾ എവിടെ പോയാലും എന്ത് ചെയ്താലും എല്ലാം ഞാൻ അറിയും, ഞാൻ അറിയാതെ നിങ്ങൾക്കൊന്നും തന്നെ ചെയ്യാനാവില്ല എന്ന് പറയാണ്. അതിനുശേഷം സച്ചിയോടായിട്ട് ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ സച്ചി, ഇപ്പം വേണ്ട, നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറയാം കേട്ടോ. ഈ സമയത്ത് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്, ഭക്ഷണം കഴിക്കുക എന്നിട്ട് പോകാമെന്ന് പറയുമ്പോഴത്തേക്കും, എനിക്ക് എന്തായാലും ഇപ്പം വേണ്ട, അതെ നിന്റെ ഭക്ഷണത്തിന് വേണ്ടി കൊടി കുത്തിയിരിക്കുന്നവന്മാർ ഇവന്മാരാണ്, ഇവർക്ക് കൊടുക്ക്, ഇവർ കഴിക്കട്ടെ, നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. പക്ഷേ എങ്ങോട്ടേക്കാണെങ്കിൽ പോകുന്നതെന്ന് രേവതി സച്ചിയോട് ചോദിക്കുന്നുണ്ടെങ്കിലും സച്ചി അതിന് മറുപടി പറയുന്നില്ല. ഇവർ പോകുന്നത് അമ്പലത്തിലേക്കാണ്. കാരണം ഇത്രയും രേവതി ഫേമസ് ആയി, രേവതിക്ക് ഇനി കണ്ണുകയറ് കിട്ടാതിരിക്കാനായിട്ട് ഒരു ചെറിയ വഴിപാടും കാര്യങ്ങളൊക്കെ സച്ചി ഒരു അമ്പലത്തിൽ നേർന്നിട്ടുണ്ട്. അത് നടത്താനായിട്ടാണ് കേട്ടോ പോകുന്നത്. പക്ഷേ അപ്പം എങ്ങോട്ടാണെന്നറിയാതെ സച്ചിയുടെ കൂടെ പോകുന്ന രേവതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.